നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ 5 അതിലധികമോ സിംറ്റംസ് നിങ്ങളെ കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായി അലട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷാദം ഉണ്ടാകാമെന്ന് തന്നെയാണ്. നമ്പർ 1, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സങ്കടം. ഒരേ സങ്കടകരമായിട്ടുള്ള ഭാവമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, താല്പര്യക്കുറവ്. മുൻപ് നിങ്ങൾ ആസ്വദിച്ച് ചെയ്തിരുന്ന എല്ലാ കാര്യത്തിനോടും ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കും. മൂന്നാമത്തേത്, എപ്പോഴും ക്ഷീണമായിരിക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഒരു ഉന്മേഷവും ഇല്ല, നല്ല രീതിക്ക് ക്ഷീണം അനുഭവപ്പെടുക. 4, അകാരണമായി വേദന. കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, പുറം വേദനിക്കുന്നു, ശരീരം വേദനിക്കുകയാണ് എന്നുള്ള തോന്നൽ. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു വേദനയും ഉണ്ടായിരിക്കത്തില്ല. അഞ്ചാമത്തേത്, ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉറക്ക കൂടുതലോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും, പക്ഷേ രാത്രി നിങ്ങൾ പലപ്പോഴും എണീക്കുന്നുണ്ടാകും. ആ ഉറക്കം മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ സാധാരണ നിങ്ങൾ 6 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 2-3 മണിക്കൂർ നേരത്തെ എണീറ്റ് പോകും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഉറങ്ങും. ഓവറായിട്ട് ഉറങ്ങും. പകലും ഉറങ്ങുന്നത് കാണാം, രാത്രിയും ഉറങ്ങുന്നത് കാണാം. ഓവറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കും. 6ാമത്തെ സിംറ്റം, വിശപ്പില്ലായ്മ. 7, പ്രവൃത്തിയും ചിന്തയും സ്ലോ ആകുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ പതുക്കെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും നിങ്ങൾ ഉത്തരം പറയുന്നത് മനസ്സിലെ ചിന്തകൾ പരതി എടുത്തുകൊണ്ടായിരിക്കും. അതായത് വളരെ പതുക്കെയായിരിക്കും ഉത്തരം പറയും. 8ാമത്തേത്, ഫോക്കസും കോൺസെൻട്രേഷനും നഷ്ടപ്പെടുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഫോക്കസും കോൺസെൻട്രേഷനും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. 9ാമത്തെ സിംറ്റം എന്ന് പറയുന്നത് വിഷാദ ചിന്തകളാണ്, നെഗറ്റീവ് തോട്ട്സ് ആണ്. സ്വയം ഒരു തോൽവിയാണെന്ന് തോന്നുക, സ്വയം ഒരു വേസ്റ്റ് ആണെന്ന് തോന്നുക, സ്വയം എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്ന് തോന്നുക, ഒരു ഹോപ്പ് ഇല്ലാതിരിക്കുക, ജീവിതം സ്റ്റക്ക് ആയതുപോലെ തോന്നുക, ഒറ്റപ്പെട്ടതുപോലെ തോന്നുക. അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. 10ാമത്തെ ലക്ഷണം എന്നുള്ളത് സൂയിസൈഡൽ തോട്ട്സ് ആണ്. പിന്നീട് ആത്മഹത്യയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ 5 അതിലധികമോ ലക്ഷണങ്ങൾ നിങ്ങളെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം തന്നെ തൊട്ടടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്.